മർച്ചന്റ് നേവി അല്ലെങ്കിൽ ഈ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആ ഒരു ട്രെയിനിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് പോലും അവർക്ക് റാഗിങ് ഒക്കെ നേരിടുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് കുറേ പേർക്കാണ്, പ്രത്യേകിച്ച് ഗേൾസിന്. ഓക്കെ, അങ്ങനെ റാഗ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിപ്പിനകത്ത് നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇനിയിപ്പോൾ ഷിപ്പിൽ പോകുന്നതാണേലും ഇനി പോകാനിരിക്കുന്നവരാണേലും ഇല്ലെങ്കിൽ നാളെ ഇപ്പോൾ ജോയിൻ ചെയ്യാന്നുള്ളവരാണേലും മനസ്സിൽ ചുമ്മാ എങ്കിലും ഓടിപ്പോകുന്ന സംഭവമാണ്. ഞാൻ ട്രെയിനി അല്ലെങ്കിൽ ആദ്യമായിട്ട് പോലെ ഞാൻ ആ ഷിപ്പിലെ ഏറ്റവും ചെറുതായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിലായിരിക്കും, അവരെങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഡൗട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു ചുറ്റുപാടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കയറാൻ പോകുന്നവരിലുണ്ട്. സോ അവർക്കുള്ള വീഡിയോ ആണ്. സോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ലൈക്ക് കൂടി ചെയ്തൊക്കെ ജസ്റ്റ് ഹൈപ്പ്, നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത ഹൈപ്പ് എന്നൊരു സാധനങ്ങൾ വരും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ മറക്കരുത്. സോ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനി ആയിട്ട് ഡെക്കാലത്ത് ആയിക്കോട്ടെ, ട്രെയിനി വോയിസ് ആയിക്കോട്ടെ, ട്രെയിനി എഞ്ചിൻ, ട്രെയിനി TME, മറൈൻ എഞ്ചിനീയറിംഗ്, എഞ്ചിൻ കാഡറ്റ്, ഡെക്കാഡറ്റ്. ഓക്കെ, ഇവർക്കെല്ലാം ഉള്ള ഒരു ഡൗട്ടൊക്കെയാണ് എൻ്റെ ഷിപ്പ് റാഗിങ് ആണോ? റാഗിങ് പണ്ടുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ട് നമുക്ക് റാഗിങ്, ഹറാസിങ്, എന്തുണ്ടെങ്കിലും ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ട്രെയിനികളെ പറയാനുള്ള രീതിക്ക് കൊണ്ടൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഞാനൊരു ട്രെയിനിങ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം എന്താണ് എൻ്റെ എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു എൻ്റെ ഷിപ്പ്. എൻ്റെ ഷിപ്പിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഞാനൊരു ട്രെയിനിങ് എഞ്ചിനീയർ, ഞാൻ പഠിക്കാൻ പോയ വ്യക്തി, അവരുള്ളവർ എന്നെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കേണ്ട ഒരു ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെ അതിലുപരി എനിക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, അത് ഞാനായിക്കോട്ടെ, എൻ്റെ ടോപ്പിലിരിക്കുന്ന ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് എൻ്റെ ഷിപ്പ് പോയത്. ഞാൻ ബോസ്ലേയിലായിരുന്നു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് ബോസ്ലേ. ഒരു സീനും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ എനിക്ക് ഫുൾ ഹാപ്പി ആയിരുന്നു. ഞാൻ ഒരു ട്രെയിനിങ് പീരീഡ് നല്ല ഹാപ്പി ആയിട്ട് ഫിനിഷ് ചെയ്തു. ഒരു പ്രശ്നം എനിക്ക് എൻ്റെ ആ ഒരു ഷിപ്പിനകത്ത്, എൻ്റെ ആ ഒരു വെസലിനകത്ത് എനിക്കില്ലായിരുന്നു. എല്ലാ എഞ്ചിനീയേഴ്സ് ആയാലും ഡെക്കാരും ക്യാപ്റ്റനാണ്, ചീഫ് എഞ്ചിനീയർ, എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആൾക്കാരായിരുന്നു. സോ നോ നത്തിങ്, ഞാൻ ഒന്നും ഫേസ് ചെയ്യാൻ, എനിക്ക് ബാഡായിട്ട് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഞാൻ 7 മാസം ഷിപ്പിൽ നിന്നു, 7 മാസം ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. സോ എൻ്റെ ബാക്കിയുള്ള കമ്പനീസിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, എങ്ങനെ ഉണ്ട് ഷിപ്പ്, റാങ്കിങ് ഒക്കെ ഉണ്ടോ? കാരണം നമുക്കറിയില്ല പുറത്തെന്താ നടക്കുന്നത്, ഇവിടെയുള്ള ഷിപ്പുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്നും നിർത്താം. ആകെ അവർ പറയുന്നത് പണിയാ ചേട്ടാ, പണിയാ ചേട്ടാ, ഭയങ്കര പണിയാ. അത് മാത്രം എല്ലാവരും പോയിട്ട് വരുന്നത്, അല്ലാതെ പഴയതുപോലെ റാഗിങ്, ഹറാസ്മെന്റ്, ബുള്ളിങ് ഒന്നും അങ്ങനെ ഇപ്പോൾ ഷിപ്പിംഗ് ഫീൽഡിൽ നടക്കാറില്ല. ഇപ്പോൾ അങ്ങനെ നടക്കാറുണ്ടെങ്കിൽ തന്നെ ഇപ്പം നടക്കുമെന്ന് നിങ്ങൾ കരുതിക്കും. ഇപ്പം ഇൻ കേസ് എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഷിപ്പിൽ എന്നെ ഒരാൾ ഹരാസ് ചെയ്തു, ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മോശമായിട്ട് എന്നോട് പെരുമാറി, ഇല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചു, ഇപ്പോൾ റാഗിങ് പോലൊക്കെ നടന്നു, എനിക്ക് അവിടെ ഒരു നമ്പറുണ്ട്. ഓക്കെ, എനിക്ക് അവിടെ ഡെപ്യൂട്ടി സേഫ്റ്റി ഓഫീസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആടെ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. അത് ആരും ആയിക്കോട്ടെ, ഫോർത്ത് എഞ്ചിനീയർ ആയിക്കോട്ടെ, തേർഡ് എഞ്ചിനീയർ ആയിക്കോട്ടെ, സെക്കൻഡ് എഞ്ചിനീയർ, ആർക്കാലും എല്ലാവർക്കും അവരുടെ ഒരു സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ആ ഒരു വെസലിൽ ആ ഒരു കമ്പനിക്ക് ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ട്. കാരണം നമുക്ക് ഒന്നും, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാപ്റ്റനോട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാപ്റ്റൻ നിങ്ങളെ ഹരാസ് ചെയ്ത് എന്തോ ഇല്ല, ക്യാപ്റ്റൻ നിങ്ങളോട് റാഗിങ്ങിന് ക്യാപ്റ്റൻ മുൻകൈ എടുത്ത് എന്തോ ചെയ്യും. സോ പുറത്ത് ഒരു വ്യക്തി നമ്മളെ വാച്ച് ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽസ് എപ്പോഴും നമ്മുടെ കൈ കാണും, നമ്മുടെ കോൺട്രാക്റ്റിനകത്ത് കാണും, നമ്മുടെ മെയിൽ അഡ്രസ്സിനകത്ത് എല്ലാം കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അതിനകത്ത് ജസ്റ്റ് വിളിച്ചാൽ സ്പോട്ടിൽ അവർ ആക്ഷൻ എടുക്കും. പ്രത്യേകിച്ച് ട്രെയിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ഷിപ്പിലും ഒരു ഗോഡാണ്. എന്ന് വെച്ചാൽ ട്രെയിനികൾക്ക് എന്തെങ്കിലും പറ്റിയ അവിടെയുള്ളവരുടെ എല്ലാം പണിയുടെ കാര്യം പോക്കാം. അപ്പോൾ ട്രെയിനിങ് ആയിട്ട് വരുന്നവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എല്ലാം ഓരോരുത്തർക്കും ഉള്ളതാണ്. അവൻ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു, അവരുടെ സേഫ്റ്റി PPE എല്ലാം ഈ ഓഫീസേഴ്സ് എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ പണിയാണ്. ഓക്കെ, സോ അവരൊരു മാതിരി എന്താണ് നമ്മളിലെ എന്താണ് നമ്മുടെ ഈ പുരാതന വസ്തുക്കൾ, അല്ലെങ്കിൽ ഈ ഒത്തിരി നല്ല വിലപ്പെട്ട വസ്തുക്കളൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചിട്ട് നടക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന പോലെയാണ് ഓരോ ട്രെയിനി ഓഫീസർ അല്ലെങ്കിൽ ട്രെയിനി എഞ്ചിനീയേഴ്സിനെ ആണെങ്കിൽ ഈ ഹയറുള്ള ആൾക്കാർ നോക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ ഹരാസിങ്ങും ബുള്ളിങ്ങും പരിപാടിയൊന്നും ഇപ്പോൾ ഒന്നും ഇല്ല. സോ അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ജോലിയായിട്ട് ഷിപ്പിൽ കയറുക, ജോലിയായിട്ട് ഇറങ്ങുക, കാശ് മേടിക്കുക, പഠിക്കുക, മുമ്പോട്ട് പ്രൊമോട്ടായി പോയ എക്സാംസ് ക്ലിയർ ആക്കി ക്ലാസ് 4 സെക്കൻഡ് മീറ്റ് എക്സാംസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പാസ്സായി പോവാ, അങ്ങനെയൊക്കെ ജീവിത ലക്ഷ്യം പോയിക്കോളും. ഷിപ്പിൽ പോവാണ്, ഷിപ്പിൽ നല്ല രീതിക്ക് പോകണമെങ്കിൽ ലൈഫൊക്കെ ഫുൾ സെറ്റിൽ ആയിട്ട് പോയിക്കോളും. സോ നോ പ്രോബ്ലം, അങ്ങനെയൊന്നും ആരും ഓർക്കണം. സോ ഞാൻ ഇതൊരു വീഡിയോ വേണ്ടി ഇപ്പം ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ഒക്കെ ആയിരിക്കും. ആരും മറക്കരുത്, നമുക്ക് ലൈക്ക് ഉണ്ട്, ഹൈപ്പ് ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോ വേണ്ടി പിന്നെ പുതിയ ബൈ ഗൈസ്.